ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് ട്രാൻസ്പെറൻറ്റ് പൗച്ച് ചെയ്യാം. സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. അതിന് വേണ്ടിയിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക. ഇതിന് OHP ഷീറ്റ് എന്നും പറയും. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അതിനെടുത്തിട്ട് ഒരു എൻവലപ്പിൻ്റെ ഷേപ്പിൽ കട്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ആക്കി കൊടുക്കണേ. എന്നിട്ട് ഇതുപോലൊരു സംഭവം വരച്ചെടുത്തിട്ടുണ്ട്, ടുലിപ്പ് എന്ന് എഴുതിയിട്ടുള്ളത്. അതിന് സെലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ജേർണൽ കിറ്റ് ചെയ്തപ്പോൾ അതിൽ സ്റ്റിക്കേഴ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള രണ്ട് ഭാഗത്തും ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. ഇനി നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള തുളിപ്പിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് വെറുതെ പേപ്പറിൽ വരച്ചു കൊടുത്ത ശേഷം കട്ടാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ സോർട്ടാക്കി വെക്കാൻ ഇതുപോലെ ഒരു പൗച്ച് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. എൻ്റെ ട്രാൻസ്പെറൻറ്റ് പൗച്ച് എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഈസി മെത്തേഡൂടെ ഉണ്ട്. നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇത് ഇളകി സെല്ലോ ടേപ്പ് ഇളകി നമ്മുടെ കയ്യിൽ പിടിക്കും. അതിനേക്കാൾ ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.